ചൈന ലോകത്തിലെ 15% കൂടുതൽ ജനങ്ങളെ ഉൾക്കൊള്ളുന്ന അതിബൃഹത്തായ രാജ്യം. ഷിൻഡോയിസവും തായിസവും ബുദ്ധമതവും ജൈനമതവും പടർന്നു പന്തലിച്ച ദേശം. ലോകത്തിലെ വൻ ശക്തികളിൽ ഒന്നായി കരുതപ്പെടുന്ന രാജ്യം. തങ്ങളുടെ പ്രാവീണ്യം എല്ലാ മേഖലകളിലും ലോക രാജ്യങ്ങൾക്ക് പ്രകടമാക്കിയ രാജ്യം. ഈ രാജ്യത്തിലേക്ക് തൻ്റെ 21ാമത്തെ വയസ്സിൽ, തികഞ്ഞ യൗവനത്തിൽ, യൂറോപ്പിൻ്റെ, ബ്രിട്ടന്റെ എല്ലാ സുഖ സൗകര്യങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിനായി ആ ജനത്തെ നേടുവാനായി കടന്നുപോയ ഒരു ധീര മിഷണറി, ഹഡ്സൺ ടെയ്ലർ. ആ മിഷണറിയെ കുറിച്ചാണ് കണ്ണുനീരിൽ വിതച്ചവർ എന്ന ഈ എപ്പിസോഡിൽ നാം ശ്രവിക്കുക. ജെയിംസ് ഹഡ്സൺ ടെയ്ലർ ഇംഗ്ലണ്ടിലെ പ്രസിദ്ധ പട്ടണമായ യോർക്ക്ഷയറിൽ 1832 ജെയിംസിൻ്റെയും അമിലിയയുടെയും മകനായി ജനിച്ചു. തങ്ങൾക്കുണ്ടാകുന്ന ഈ മകൻ ചൈനയ്ക്ക് വേണ്ടി ഒരു മിഷണറിയായി പ്രവർത്തിക്കണം എന്നതായിരുന്നു അവരുടെ പ്രാർത്ഥന. അതിനുള്ള അനുഗ്രഹം അവന് നൽകണമേ എന്നും അവർ പ്രാർത്ഥിച്ചു. ദൈവം അവരുടെ പ്രാർത്ഥന കേട്ടു. നീണ്ട 51 വർഷമാണ് ഈ മിഷണറി ഹഡ്സൺ ടെയ്ലർ ചൈനയിലുള്ളവരെ യേശുവിനായി നേടുവാനായി ഒരു മിഷണറിയായി അവിടെ പ്രവർത്തിച്ചത്. ചെറുപ്പത്തിൽ തന്നെ ദൈവത്തിനു വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്ന ഒരു ചിന്ത ഹഡ്സന്റെ മനസ്സിൽ ഉത്ഭവിച്ചിരുന്നു. തൻ്റെ പഠന കാര്യങ്ങളെല്ലാം ഒരു മിഷണറി ആകണം എന്ന ആഗ്രഹത്തോടു കൂടിയായിരുന്നു. ആ ആഗ്രഹം അദ്ദേഹത്തെ ചൈനയിലേക്ക് തൻ്റെ 21ാമത്തെ വയസ്സിൽ പഠിക്കുവാനും ഉയരുവാനും ലോകത്തിൻ്റെ നേട്ടങ്ങൾ നേടുവാനും എല്ലാം സാധിക്കുന്ന ആ സമയത്ത് ഒരു മിഷണറിയായി പോകുവാൻ ശക്തമായ പ്രേരണ നൽകി. ആ സമയത്ത് ബ്രിട്ടനും ചൈനയും തമ്മിൽ വലിയ ശത്രുതയിലായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, ഓപ്പിയം വാർ. ഓപ്പിയം വ്യാപാരത്തെ പ്രതി അവർ തമ്മിലുണ്ടായ തർക്കം അതൊരു വലിയ നാവിക യുദ്ധത്തിലാണ് അവസാനിച്ചത്. അതിഭയങ്കരമായ യുദ്ധം കടലിൽ വെച്ച് ഇരു രാജ്യങ്ങളും തമ്മിലുണ്ടായി. അതിൽ പരാജയം ചൈനയ്ക്കായിരുന്നു. ആ സമയത്ത് ഇത് കാരണം ചൈനയിലേക്ക് പോകുന്ന ബ്രിട്ടീഷുകാരുടെ എണ്ണം വളരെ കുറവായിരുന്നു. എന്നാൽ ഇതൊന്നും തൻ്റെ മിഷണറി പ്രവർത്തനത്തിൽ നിന്ന് ഹഡ്സൺ ടെയ്ലറിനെ പിന്തിരിപ്പിച്ചില്ല. അദ്ദേഹം ഷ്വാങ്ക്വൈ എന്ന് പറയുന്ന ചൈന വിദേശീയർക്കായി അനുവദിച്ചിട്ടുള്ള 5 ട്രീറ്റി തുറമുഖങ്ങളിൽ ഒന്നായ ഷ്വാങ്ക്വൈ തുറമുഖത്ത് കപ്പലിറങ്ങി. അദ്ദേഹം അവിടെ ചെന്നപ്പോൾ മനസ്സിലാക്കിയ ഒരു സത്യം ഇതാണ്: ലോകാരൂപിയോടും വളരെ താതാത്മ്യപ്പെട്ട് കഴിയുന്ന മിഷണറി വേലക്കാർ. ഇത് അദ്ദേഹത്തിൽ വളരെ ദുഃഖം ഉളവാക്കി. പ്രാദേശികമായ അവിടുത്തെ സംസ്കാരത്തോടും അവിടുത്തെ ഭാഷയോടും അവിടുത്തെ വസ്ത്രധാരണത്തോടു പോലും യോജിച്ചു പോകാതെ തികച്ചും വിദേശീയരായി നിലകൊള്ളുന്ന മിഷണറിമാർ. എന്നാൽ ഇതിന് കടകവിരുദ്ധമായി അദ്ദേഹം തൻ്റെ ശൈലി അപ്പാടെ മാറ്റി. ചൈനീസ് വസ്ത്രധാരണം അദ്ദേഹം ഒരു ശീലമാക്കി. അങ്ങനെ തികച്ചും ഒരു ചൈനക്കാരനായി അദ്ദേഹം വേഷം കൊണ്ടും ഭക്ഷണ രീതി കൊണ്ടും തൻ്റെ ശൈലി കൊണ്ടും എല്ലാം കൊണ്ടും മാറി.
അത് അദ്ദേഹത്തിൽ ഒരു വലിയ സ്വാധീനം, ചൈനക്കാർക്കിടയിൽ ഒരു വലിയ സ്വാധീനം ഉണ്ടാക്കാൻ കാരണമായി. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഈ നീക്കം മറ്റു മിഷണറിമാർക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. മിഷണറിമാർക്കിടയിൽ നിലനിന്നിരുന്ന തർക്കവും ലോകാരൂപിയുടെ പ്രവർത്തനങ്ങളും എല്ലാം കണ്ട് മനസ്സുമെടുത്ത അദ്ദേഹം ചൈനയുടെ ഉൾനാടുകളിലേക്ക് യാത്രയായി. പ്രാദേശികമായ ഭാഷ വശമില്ല, ഒരുപാട് ദുർഘടമായ സാഹചര്യങ്ങളുണ്ട്. എന്നാൽ ഇതൊന്നും അദ്ദേഹം വകവച്ചില്ല. ചൈനയിലെ ജനങ്ങളെ നേടുക, അതിന് ഉൾപ്രദേശങ്ങളിലേക്ക് പോകുക, ഈ ഒരു ആഗ്രഹത്തോടു കൂടി അദ്ദേഹം ചൈനയുടെ ഉൾഗ്രാമങ്ങളിലേക്ക് യാത്രയായി. വിശ്രമമില്ലാത്ത ഈ പ്രവർത്തനം ഹഡ്സൺ ടെയ്ലറിനെ 1861 മാരക രോഗത്തിന് അടിമയാക്കി. അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചു പോന്നു. എന്നാൽ ഇംഗ്ലണ്ടിൽ തിരിച്ചെത്തിയ അദ്ദേഹം ചുമ്മാ സമയം കളഞ്ഞില്ല. അദ്ദേഹം ഇംഗ്ലീഷ് ബൈബിൾ ചൈനീസ് ഭാഷയിലേക്ക് തർജ്ജിമ ചെയ്യാൻ ആരംഭിച്ചു. ഒപ്പം തന്നെ കൂടുതൽ മിഷണറിമാരെ എങ്ങനെ ചൈനയിലേക്ക് റിക്രൂട്ട് ചെയ്യാം എന്നായി അദ്ദേഹത്തിൻ്റെ ചിന്ത. അദ്ദേഹം അതിനായി പ്രവർത്തനം ആരംഭിച്ചു. അദ്ദേഹം ഇംഗ്ലീഷുകാരോട് ഇങ്ങനെ പറഞ്ഞു: നമുക്ക് നന്നായി അറിയാവുന്ന ക്രിസ്തുവിനെ അറിയാൻ പാടില്ലാത്തത് മൂലം ചൈനയിലെ ലക്ഷക്കണക്കിന് മനുഷ്യർ നശിക്കുമ്പോൾ നമുക്കെങ്ങനെ കയ്യും കെട്ടി വെറുതെ ഇരിക്കാനാവുമെന്ന്. ആ സമയത്ത് ഇംഗ്ലീഷുകാർക്ക് ചൈനക്കാരോട് ഒരു താല്പര്യവുമില്ലായിരുന്നു. അവിടെ മിഷൻ വേലയ്ക്ക് പോകുന്നത് അവർക്കിഷ്ടമുള്ള കാര്യമല്ലായിരുന്നു. എന്നാൽ ഇതൊന്നും ഹഡ്സൺ ടെയ്ലറിനെ പിൻപോട്ട് വലിച്ചില്ല. തൻ്റെ മിഷൻ വേല സുഗമമായി മുൻപോട്ട് പോകുവാൻ ഒരു സൊസൈറ്റി ആവശ്യമാണെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം ചൈന ഇൻലാൻഡ് മിഷണറി എന്ന സംഘടന സ്ഥാപിച്ചു. ആ സംഘടനയുടെ പ്രാഥമികമായ ലക്ഷ്യം യേശുവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ മനസ്സും താല്പര്യവും ഉള്ള യുവാക്കന്മാരെ കണ്ടെത്തി ചൈനയുടെ ഗ്രാമങ്ങളിലേക്ക് സുവിശേഷം പ്രഘോഷിക്കുവാൻ അയക്കുക എന്നതായിരുന്നു. തുടക്കത്തിൽ കുറച്ചൊക്കെ പ്രശ്നങ്ങളും തടസ്സങ്ങളും നേരിട്ടെങ്കിലും ആ മിഷണറി സൊസൈറ്റിയുടെ പ്രവർത്തനം വളരെ നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഹഡ്സൺ ടെയ്ലറിന് കഴിഞ്ഞു. കുറച്ചു വർഷങ്ങൾ കൊണ്ട് തന്നെ ഏതാണ്ട് 500-ൽ പരം മിഷണറിമാരെ ചൈനയിലേക്ക് അയക്കുവാൻ ഹഡ്സൺ ടെയ്ലറിൻ്റെ ഈ സൊസൈറ്റിക്ക് സാധിച്ചു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഹഡ്സൺ ടെയ്ലറിനെ വല്ലാതെ ആശങ്കകൾ പിടികൂടി. അദ്ദേഹത്തിന് തൻ്റെ മിഷൻ വേലയുടെ പ്രവർത്തനം എങ്ങനെ മുൻപോട്ട് പോകും എന്ന ഒരു സംശയം ഉണ്ടായി. അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങളും ഒപ്പം താൻ മിഷണറിമാരായി അയക്കുന്ന ഈ യുവതിയുവാക്കളുടെ സംരക്ഷണവും അദ്ദേഹത്തെ ആശങ്കാകുലനാക്കി. കാരണം ചൈനയിലെ അപ്പോഴത്തെ സാമൂഹിക അവസ്ഥ അത് മിഷൻ വേലയ്ക്ക് അത്ര സുരക്ഷിതമായ ഒരു അവസ്ഥ ആയിരുന്നില്ല. യുവതിയുവാക്കളെ അയക്കുമ്പോൾ അവരുടെ ജീവന് തന്നെ അത് ഹാനി നേരിടുമോ എന്ന ഒരു വലിയ സംശയം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉരുത്തിരിഞ്ഞു. കുറച്ച് നാളുകൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹത്തെ ഇംഗ്ലണ്ടിലേക്ക് കുറച്ച് വിശ്രമത്തിനായി തിരികെ വിളിച്ചു. അങ്ങനെ ഇംഗ്ലണ്ടിൽ ആയിരുന്ന സമയത്ത് ബ്രിങ്ടൺ തീരത്ത് വെച്ച് ദൈവം അദ്ദേഹത്തോട് സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ എല്ലാ സംശയങ്ങളും ദൂരീകരിച്ചു. അദ്ദേഹത്തിൻ്റെ അവിശ്വാസത്തെ കീഴ്പ്പെടുത്തി, അദ്ദേഹത്തെ ബലപ്പെടുത്തി. അവിടെ വെച്ച് ഹഡ്സൺ ടെയ്ലർ തന്നെ പരിപൂർണമായി ദൈവത്തിന് സമർപ്പിച്ചു. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: എല്ലാ പ്രശ്നങ്ങളുടെയും എല്ലാ പ്രത്യാഘാതങ്ങളുടെയും ഉത്തരവാദിത്വം നിനക്കാണ്. ഞാൻ നിന്റെ ദാസൻ മാത്രമാണ്. എൻ്റെ കടമ നിന്നെ അനുസരിക്കുകയും അനുധാവനം ചെയ്യുകയും മാത്രമാണ്. ഇങ്ങനെ പറഞ്ഞ ഹഡ്സൺ ടെയ്ലറിൻ്റെ ആ മിഷൻ വേലയെ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിച്ചു. കുറച്ച് വർഷങ്ങൾ കൊണ്ട് തന്നെ അനേകായിരം മിഷണറിമാരെ ചൈനയിലേക്ക് അയക്കുവാൻ ആ മിഷണറി സൊസൈറ്റിക്കായി. അവരുടെ ദൈവപരിപാലന കണ്ട് മറ്റു മിഷണറിമാർക്കും അതൊരു വലിയ പ്രചോദനമായി മാറി. ചൈനയെ നേടുവാൻ കർത്താവ് ആ മിഷൻ സൊസൈറ്റിയെ സമൃദ്ധമായി അനുഗ്രഹിച്ചു. ഓരോ വർഷവും കൂടുതൽ മിഷണറിമാരെ ചൈനയിലേക്ക് അയക്കുവാൻ
അദ്ദേഹത്തിന് കഴിഞ്ഞു. അദ്ദേഹം ഇംഗ്ലീഷുകാരോട് ഇങ്ങനെ പറഞ്ഞു: മന്ദോഷ്ണരും അലസരുമായവർക്ക് ചൈനയിൽ ഒന്നും പ്രവർത്തിക്കുക സാധ്യമല്ല. യേശുവിനെ പ്രതി എല്ലാ കാര്യങ്ങളും രണ്ടാമതായി പരിഗണിക്കുന്നവർക്ക് മാത്രമേ, അത് തങ്ങളുടെ ജീവനായാൽ പോലും അങ്ങനെയുള്ളവർക്ക് മാത്രമേ ചൈനയിൽ എന്തെങ്കിലും രീതിയിലുള്ള മിഷണറി വേല ചെയ്യുവാൻ സാധിക്കൂവെന്ന് ഇത് ഇംഗ്ലീഷുകാരെ വല്ലാതെ അസ്വസ്ഥരാക്കി. എന്നാൽ അദ്ദേഹത്തെ ഇതൊന്നും സ്വാധീനിച്ചില്ല. അദ്ദേഹത്തിൻ്റെ സവിശേഷമായ പ്രവർത്തനം മൂലം ഇംഗ്ലണ്ടിൽ മാത്രമല്ല, അമേരിക്കയിലും കാനഡയിലുമൊക്കെ അദ്ദേഹത്തിൻ്റെ മിഷൻ വേലയ്ക്ക് വലിയ പ്രചാരം ലഭിച്ചു. യുവാക്കൾ ആകൃഷ്ടരായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹം വിവാഹം കഴിയാത്ത യുവതികളെ ചൈനയുടെ നാടുകളിലേക്ക് മിഷണറിമാരായി അയച്ചത്. ഇത് അവർക്കിടയിൽ വലിയ മുറുമുറുപ്പുണ്ടായി. ഈ യുവതികളുടെ ഭാവി എന്തായിത്തീരും, അവരെ ആര് സംരക്ഷിക്കും എന്നൊക്കെ ചോദ്യമുയർന്നു. എന്നാൽ ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ അടിയുറച്ച് വിശ്വസിച്ച ഹഡ്സൺ ഇതൊന്നും കാര്യമായി പരിഗണിച്ചില്ല. അദ്ദേഹം പറഞ്ഞു, ദൈവം അവരെ സംരക്ഷിക്കും. കർത്താവിൻ്റെ കരം, അദൃശ്യ കരം അവരോട് കൂടെയുണ്ട്. നാം അത് കാണാത്തതാണ് നമ്മുടെ കുഴപ്പമെന്ന്. അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകളെ കർത്താവ് വിശ്വാസത്തിലെടുത്തു. അദ്ദേഹത്തിൻ്റെ മിഷണറിമാർക്ക് ഒരാപത്തും കൂടാതെ ഓരോ ഗ്രാമങ്ങളിലും സഞ്ചരിക്കുവാനും അവിടുന്ന് വീണ്ടും മറ്റു ഗ്രാമങ്ങളിലേക്ക് സഞ്ചരിക്കുവാനും കർത്താവ് അവരെ സഹായിച്ചു. ദൈവത്തിൻ്റെ അരൂപി അവരുടെ പ്രവർത്തനത്തിൽ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. മിഷണറിമാരുടെ എണ്ണം കൂടിക്കൂടി വന്നു. അവരുടെ ആ മിഷൻ പ്രവർത്തനത്തിന് മറ്റൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ആരും ഒരു സാലറിയും നിർബന്ധമായി ചോദിച്ചില്ല. എല്ലാവരെയും ദൈവം സമൃദ്ധമായി പരിപാലിച്ചു. ആ സൊസൈറ്റിയുടെ വളർച്ച മറ്റു സൊസൈറ്റികൾക്ക് ഒരു വലിയ പ്രചോദനമായി മാറി. അങ്ങനെ ചുരുങ്ങിയ കാലം കൊണ്ട് ചൈനയിലേക്ക് മിഷണറിമാരെ അയക്കുന്ന ഏറ്റവും വലിയ സൊസൈറ്റിയായി ഹഡ്സൺ ടെയ്ലറിൻ്റെ ഈ മിഷൻ സൊസൈറ്റി മാറി. ചൈനയിലെ ഗ്രാമങ്ങളിൽ ക്രിസ്തുവിനെ പ്രഘോഷിക്കുകയും അവരുടെ രോഗാവസ്ഥകളിൽ അവരെ സഹായിക്കുകയും അവരുടെ സംസ്കാരത്തിൽ മാറ്റങ്ങൾ വരുത്തുവാൻ അവരെ പ്രേരിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ആ നാട്ടിൽ വലിയ സമൂലമായ മാറ്റം വരുത്താൻ ഈ മിഷൻ സൊസൈറ്റിക്ക് സാധിച്ചു. അതികഠിനമായ പ്രവർത്തനം വീണ്ടും അദ്ദേഹത്തെ ഒരു മാരക രോഗിയാക്കി മാറ്റി. അദ്ദേഹം ശാരീരികമായും മാനസികമായും വല്ലാതെ തളർന്നു. അതിന് കാരണങ്ങൾ പലതുണ്ടായിരുന്നു. കൂടെ പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകരുടെ നിസ്സഹകരണവും അവരുടെ കുത്തുവാക്കുകളും അവരുടെ പിരിഞ്ഞുപോകലും ഇതൊക്കെ അദ്ദേഹത്തെ വല്ലാതെ സ്വാധീനിച്ചു. എന്നിരുന്നാലും തൻ്റെ മിഷൻ വേല അദ്ദേഹം അഭംഗുരം തുടർന്നുകൊണ്ടേയിരുന്നു. ഇതിന് പുറമെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ മറ്റു പല പ്രശ്നങ്ങളുമുണ്ടായി. ഭാര്യ മറിയ 33-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തെ വിട്ട് യാത്രയായി. ഉണ്ടായ 8 മക്കളിൽ 4 പേരും 10 വയസ്സാകുന്നതിന് മുമ്പേ തന്നെ മരിച്ചുപോയി. അങ്ങനെ ഒറ്റപ്പെട്ട ഒരവസ്ഥയിലേക്ക് ഹഡ്സൺ ടെയ്ലർ കടന്നുപോയി. അദ്ദേഹത്തിൻ്റെ മിഷൻ വേലയെക്കുറിച്ച് വളരെയേറെ ചോദ്യങ്ങൾ ഉണ്ടായി. അദ്ദേഹത്തെ പലരും സംശയിച്ചു, ഒറ്റപ്പെടുത്തി, കുറ്റപ്പെടുത്തി. എന്നാൽ അദ്ദേഹം യേശുവിൽ മാത്രം തൻ്റെ പരിപൂർണമായ ആശ്രയം വെച്ചു. കുറ്റപ്പെടുത്തലും ഒറ്റപ്പെടുത്തലും ഒന്നും അദ്ദേഹത്തിൻ്റെ മിഷണറി സീലിനെ സ്വാധീനിച്ചില്ല. ഭാര്യയുടെ വേർപാടും മക്കളുടെ വേർപാടും അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ യേശുവിൻ്റെ കരങ്ങളിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ട് മിഷൻ വേലയിൽ മുൻപോട്ട് പോയി. ആയിരക്കണക്കിന് മിഷണറിമാരാണ് അദ്ദേഹത്തിൻ്റെ മിഷൻ വേലയിൽ ആകൃഷ്ടരായി ആ ദേശത്തേക്ക് വീണ്ടും കടന്നു വന്നത്. 1949 കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം ചൈനയിലെ ഭരണം പിടിക്കുന്നതുവരെയും അദ്ദേഹത്തിൻ്റെ ഈ മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തനം വളരെ നല്ല രീതിയിൽ മുൻപോട്ട് പോയി. എന്നാൽ അതിനുശേഷവും ഒരു മിഷണറിമാർക്കും ഒരു മതപ്രവർത്തനത്തിനും
സ്വാതന്ത്ര്യം കൊടുക്കാത്ത കമ്മ്യൂണിസ്റ്റ് ഭരണം ചൈനയിൽ വന്നതിന് ശേഷവും അദ്ദേഹത്തിൻ്റെ സൊസൈറ്റിയുടെ പ്രവർത്തനം മുൻപോട്ട് പോയി. യേശുവിന് വേണ്ടി അനവധി വ്യക്തികളെ നേടുവാനായി അദ്ദേഹത്തിൻ്റെ സൊസൈറ്റിക്ക് സാധിച്ചു. ഇന്നും ഓവർസീസ് മിഷണറി ഫെലോഷിപ്പ് എന്ന പേരിൽ ഹഡ്സൺ ടൈലർ ആരംഭിച്ച ആ സൊസൈറ്റി തങ്ങളുടെ പ്രവർത്തനം ചൈനയിൽ തുടരുന്നു. അനവധി മക്കളെ ക്രിസ്തുവിനായി നേടുന്നു. നീണ്ട 51 വർഷം, അതായത് 21ാമത്തെ വയസ്സിൽ, തൻ്റെ തികഞ്ഞ യൗവനത്തിൽ ഇംഗ്ലണ്ടിൻ്റെ എല്ലാ സുഖ സൗകര്യങ്ങളും ഉപേക്ഷിച്ച് യേശുവിന് വേണ്ടി ചൈനയിലേക്ക് കപ്പൽ കയറിയ ആ മിഷണറി 51 വർഷം, നീണ്ട വർഷക്കാലം തൻ്റെ യൗവനവും ആരോഗ്യവും സമ്പത്തും മുഴുവനും അവിടെ ചെലവഴിച്ച് ക്രിസ്തുവിന് വേണ്ടി ആത്മാക്കളെ നേടുവാൻ പരിശ്രമിച്ച് അങ്ങനെ 1905 അദ്ദേഹം മരിച്ചു. അദ്ദേഹം എപ്പോഴും പറയുന്ന മറ്റൊരു കാര്യം ഇതായിരുന്നു: ആത്മാക്കളെ നേടുക എന്നതാണ് പ്രധാനമായ കാര്യം. മറ്റെല്ലാ കാര്യങ്ങളും, മറ്റെന്തുമായിക്കൊള്ളട്ടെ, ജീവിതം വരെയും അതിനുശേഷം മാത്രം നാം പരിഗണിക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ഉള്ളവർക്ക് മാത്രമേ ചൈന പോലുള്ള ഒരു ദേശത്ത് ക്രിസ്തുവിന് വേണ്ടി, അവൻ്റെ രാജ്യത്തിനു വേണ്ടി എന്തെങ്കിലും ചെയ്യുക സാധിക്കുകയുള്ളൂ എന്ന് ഈ വാക്കുകളെ തികച്ചും അനർത്ഥമാക്കുന്ന രീതിയിലാണ് അദ്ദേഹം തൻ്റെ മിഷൻ വേല അവിടെ തുടർന്നത്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൽ ആകൃഷ്ടരായി അനവധി മിഷണറിമാർ ഇതേ തീഷ്ണതയും ഇതേ സ്പിരിറ്റും ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുവാൻ തയ്യാറായി. പ്രിയമുള്ളവരെ, ഈ ഇംഗ്ലീഷുകാരൻ മിഷണറിയെക്കുറിച്ച് കേൾക്കുമ്പോൾ നാം ചിന്തിക്കേണ്ട കാര്യം ഇതാണ്: നമ്മുടെ യൗവനത്തിൽ തന്നെ യേശുവിനെ അറിയുക എന്നതാണ് പരമപ്രധാനമായ കാര്യം. നമുക്കൊത്തിരി പ്രായമായിട്ട് നാം ക്രിസ്തുവിനെ അറിയുന്നതിനേക്കാൾ നല്ലത് എന്തെങ്കിലുമൊക്കെ ക്രിസ്തുവിന് വേണ്ടി ചെയ്യുവാൻ ശരീരവും മനസ്സും അനുവദിക്കുന്ന സമയത്ത്, അതിന് പ്രാപ്തിയുള്ള സമയത്ത് ക്രിസ്തുവിനെ അറിയുകയും അവൻ്റെ രാജ്യവ്യാപനത്തിനായി നമ്മുടെ ജീവിതങ്ങളെയും വിട്ടുകൊടുക്കുക എന്നത് ഒരു വലിയ മഹത്തായ കാര്യമാണ്. ലോകത്തിൻ്റെ മോഹങ്ങളും ജഡത്തിൻ്റെ സുഖങ്ങളും എല്ലാം നമ്മളെ മാടി വിളിക്കുന്ന നമ്മുടെ യൗവനകാലം, നാം കർത്താവിൽ നിന്ന് വഴിതെറ്റിപ്പോകാൻ വളരെ സാധ്യതയുള്ള ഒരു കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ ഹഡ്സൺ ടൈലറിനെ പോലെ യേശു ക്രിസ്തുവിൻ്റെ വിളിക്ക് പ്രത്യുത്തരം കൊടുത്തുകൊണ്ട് അവന് വേണ്ടി ലോക ജനതയെ നേടുവാനായി തങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ ഈ മിഷണറിയുടെ ജീവിതം നമുക്കൊരു വലിയ പ്രചോദനമായി മാറട്ടെ. നമ്മളെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.